ആയുധ വ്യാപാരം നിർബാധം തുടരാനും ജനങ്ങൾക്കിടയിലെ വൈരം നിലനിർത്താനും പര്യാപ്തമായ സാഹചര്യം സൃഷ്ടിച്ചെടുക്കാനുള്ള പണിപ്പുരയിലായിരുന്നു ലോകത്തെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ലോബി. കമ്മ്യൂണിസ്റ്റ് ഭീഷണി എന്ന ഉമ്മാക്കിയുടെ അഭാവത്തിൽ പുതിയ ശത്രുവിന്റെ ബീജാഭാവത്തിന് ആ ആലോചനകളാണ് വരുന്നിട്ടത്. അമേരിക്കക്കാരനായ സാമുവൽ ഹണ്ടിങ്ടൺ മുന്നോട്ട് വെച്ച വിവിധ സംസ്കാരങ്ങളുടെ സംഘടനാ സിദ്ധാന്തത്തിലൂടെ പുതിയ ശത്രുവിനെ സൃഷ്ടിക്കുന്നതിനുള്ള പ്രത്യയശാസ്ത്ര അടിത്തറ പാകലായിരുന്നു നടന്നത്. അതോടെ സംസ്കാരങ്ങൾ എന്നതുകൊണ്ട് മതങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന വ്യാഖ്യാനവും വന്നു. ആഭ്യന്തര കലാപങ്ങളായി തുടങ്ങുന്ന പ്രസ്തുത സംഘർഷങ്ങൾ അധികം വൈകാതെ രാജ്യാതിർത്തികൾ കടന്ന് വിപുലപ്പെടുമെന്ന് പ്രചരിപ്പിച്ചതിലൂടെ അന്നോളം ഉണ്ടായിരുന്ന എല്ലാ ആയുധ കമ്പനികളും ഇനിയും ശക്തമായി മുന്നോട്ട് പോകേണ്ടതുണ്ടെന്ന സന്ദേശമാണ് നൽകപ്പെട്ടത്. വിവിധ സംസ്കാരങ്ങൾ സഹവർത്തിത്വത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബഹുസ്വര സംസ്കാരം എന്നത് വെറുതെ പറഞ്ഞു പോകേണ്ട ഒരു വാക്കല്ല. മനുഷ്യന്റെ ഉത്ഭവം മുതൽ ഇക്കാലം അത്രയും സംസ്കാരങ്ങൾ